ദുരിതോടൊപ്പുണ്ടോ? ഞാൻ പറിക്കാൻ പോയി. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടേ താഴോട്ടൊന്നില്ലേ, നീ മാങ്ങ പറിച്ചോ. അതിന്റെ കൂടെ നമ്മുടെ ഗ്യാസ് തീർന്നു പോയടാ. അപ്പൊ സുൽച്ചേച്ചി അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുറ്റി അങ്ങോട്ട് എടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുറ്റി കൊണ്ടുപോകണ്ട, താഴെ ചെന്നിട്ട് ആ ഗ്യാസ് കുറ്റി ഇവിടെ കൊണ്ടുവന്ന് നമുക്കൊന്ന് ഇതാക്കി വെച്ചാൽ ഇന്നത്തെ പരിപാടി അങ്ങനെ നടക്കും. ആള് കൊള്ളാല്ലേ. പൂപ്പമാങ്ങാത്ത കുറെ മുളകൊടി മാറി ഇട്ടിട്ട് നേരെ ഗ്യാസ് കുറ്റി എടുക്കാൻ വേണ്ടിട്ടൊരു വേല. കൊള്ളാം. യു ആർ എക്സലന്റ് പേഴ്സൺ. ചുമ്മാ നിങ്ങൾ പെൺപുലിയുടെ ശാഖയായത് കേട്ടാ. സോപ്പ് എടുത്തോ, എനിക്ക് വേണ്ട. താഴെ പറമ്പിൽ നിറ കുറ്റി ചുമ്മി ഇവിടെ വരെ കൊണ്ടുവരാനാ. ഞാൻ എന്താ ലോടിക്കാരന്. അവരുടെ കുടുംബത്തിന് സഹായം വേണ്ടടാ. ഞാൻ എന്ത് ചെയ്യും? കുടുംബത്തിന് സഹായം എന്ന് പറഞ്ഞ ഗ്യാസ് ബുക്ക് ചെയ്ത് അവര് കൊണ്ടുവന്ന് അകത്ത് വിറ്റ് 20 രൂപ അധികം കൊടുത്താൽ മതി. അപ്പൊ നീ ഇപ്പൊ പോവാൻ പറ്റൂലേ? നിനക്ക് നടുവിന് ചെറിയൊരു മിന്നലാട്ടം, അതാ കിടന്നത്. നിനക്ക് ഇത്ര നേരം നടുവിനും കുണ്ടിക്ക് ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. അത് കിടക്കുമ്പോ എങ്ങനെ കുഴപ്പം വരുന്നത്? ഞാൻ കഴിച്ചിട്ട് നേരെ വന്ന് ഞാനും ഇവിടെ സിനിമ കണ്ടോണ്ട് കിടന്നു. ഒട്ടും വയ്യ. അയ്യോ ഇല്ലടാ പോലെ ഇല്ലയോ? അതുകൊണ്ട് അവനറിയാം. അയ്യോ ഒരു രക്ഷയില്ല. ആയപ്പോഴല്ല ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ വയ്യാണ്ട് ഇവിടെ ഒരു മിന്നൽ പിടുത്തുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പൊക്കി വെയിറ്റ് കൂടെ വെക്കുമ്പോഴത്തേന് എന്തെങ്കിലും വയ്യാതെ കടന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ റോസ്മേരും പിള്ളേർ അയ്യോ കത്താവേ കാത്തോടെ. മാങ്ങ നീ ഇനി സ്വപ്നം കണ്ടാ മതി, തരൂല്ല ഞാൻ. ഇത് ഞാനത്തെ ബംഗാളിയായി വീട്ടിലെ നമ്മ അടുത്ത് പറഞ്ഞോടാ നിങ്ങളുടെ പപ്പയുടെ അനിയനാന്ന് കേട്ടോ. ആ ഒരു പരിഗണന തരാൻ പറ. ഇപ്പൊ കോള് വിളിക്കാൻ റോസ്മേറ്റ് വിളിക്കുന്നല്ലേ. മാരണങ്ങൾ എല്ലാവരും രാവിലെ വരുമെന്ന് പറയടി. 1500 എവിടെ കട്ട് ചെയ്തോ? നീ എന്താ ഡേറ്റ് നോക്കിയത്? അമ്മച്ചിയുടെ ഒരു കാര്യം. ഇപ്പൊ ഞാനിപ്പോ എവിടുന്ന് കൊണ്ടുവരാ? നീ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞാൽ അറിയണം. എന്റെ കയ്യിൽ പൈസ കൊണ്ടുവരുന്നുള്ള നീ അറിയണം. ഒന്നും ഇരിപ്പില്ലയോ? നോക്കട്ടെ. ഓ 1400 എവിടെ പോയി മറിയും? പെണ്ണുമുള്ള കലിപ്പിൽ അവരോട് ചോദിച്ചാൽ അവർ കിട്ടത്തില്ല. നമ്പർ ഇട്ട് നോക്കാം. ഞാൻ കൊണ്ട് വെക്കാവുന്നു. വേണ്ട, എന്താ വേണ്ടത്? എനിക്ക് 2 കൈ ഉണ്ടല്ലോ. ഇത്രേ തണ്ണുന്നടിയുള്ള ഞാനുള്ളപ്പോ തങ്കഞ്ചേട്ടത്തി അന്യ വീട്ടിൽ പോയി ഗ്യാസ് ഉമ്മിക്കൊണ്ട്. പക്ഷെ കണ്ടാത്തായിരിക്കും ഗ്യാസിൽ തൊട്ടാ ഞാൻ പറപ്പിക്കും. ഞാൻ തങ്കഞ്ചേട്ടത്തി അന്ന് ഇച്ചിരി മുമ്പ് ഗ്യാസ് എടുത്തോണ്ട് പറഞ്ഞ സഹായിക്കാൻ വരണമെന്ന് പറഞ്ഞ തങ്കഞ്ചേട്ടത്തിയാണോ? പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു പൊക്കോ. ഞാൻ അല്ല അന്നേരം പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് കിടന്ന് ആലോചിച്ചപ്പോ എന്റെ തങ്കഞ്ചേട്ടത്തി പറഞ്ഞ വാക്ക് തിരസ്കരിച്ചല്ലോ എന്നുള്ള സങ്കടം വന്നു. അപ്പൊ അങ്ങോട്ട് മാറിയിരുന്ന് അങ്ങ് പോയി കരഞ്ഞോ? ഒന്നും നിന്റെ ആരുടെ സഹായം എനിക്ക് വേണ്ട. ഇത് ഉരുട്ടിക്കൊണ്ട് ഇന്ന് എന്ന് കയറി വന്നിട്ട് ചോറ് വെക്കാന്? ചോറ് വെക്കുന്നില്ല. ഞാൻ കൊണ്ടുപോകും. എന്നാലും സുൽച്ചേച്ചി ഒരു മര്യാദ ഇല്ലാത്ത പണി കാണിച്ചല്ലോ. എന്റെ തങ്കഞ്ചേട്ടത്തി വന്നപ്പോ ഒറ്റയ്ക്ക് ഗ്യാസ് കൊടുത്തു വിട്ടല്ലോ. നിന്നെ പോലെ അല്ല അവര്. അവർക്ക് മര്യാദ ഉണ്ട്. അവര് ഗ്യാസ് ഊറ്റി പുറത്തെടുത്ത് വെച്ചിട്ടാ പോയത്. ഇങ്ങോട്ട് വാ എന്റെ പൊന്നെ. എന്തായാലും പറഞ്ഞ അവിടെ കാര്യമായിട്ട്